ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോസ് എന്നുള്ള AFSൻ്റെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോ ഡിസ്കസ് ചെയ്തു, സോൾവൻസി റേഷ്യോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സോൾവൻസി റേഷ്യോയിൽ 5 ടൈപ്പിലുള്ള സോൾവൻസി റേഷ്യോസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണെന്നുള്ളത് കണ്ടു. അതായത് ലോങ് ടേം ഡെപ്റ്റും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോങ് ടേം ഡെപ്റ്റും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും. ഇനി നമുക്ക് സോൾവൻസി റേഷ്യോയിലെ ബാക്കി 4 റേഷ്യോസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈസ് ദ റേഷ്യോ റെഫേഴ്സ് ടു ദ ലോങ് ടേം ഡെപ്റ്റ് ടു ടോട്ടൽ എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ ഫണ്ട്സ്. അതായത് ലോങ് ടേം ഡെപ്റ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ എംപ്ലോയ്ഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു റേഷ്യോ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് അസറ്റിനോടും ഈക്വൽ ആയിരിക്കും. ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് ടേം ഡെപ്റ്റ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റിൽ നിന്നും കറന്റ് ലയബിലിറ്റീസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് അസറ്റ് കിട്ടും. ഇനി ലോങ് ടേം ഡെപ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ലോങ് ടേം ബോറോയിങ്സും നോൺ കറന്റ് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലോങ് ടേം ഡെപ്റ്റ് കിട്ടും. അപ്പോൾ ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓർ നെറ്റ് അസറ്റ്. ഇനി രണ്ടാമത്തെ റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊപ്രൈറ്റേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ടു നെറ്റ് അസറ്റ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും നെറ്റ് അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓർ നെറ്റ് അസറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറൻറ്റ്. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ആ ഫസ്റ്റത്തെ സെക്ഷൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ മുഴുവൻ പ്ലസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചു. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ലോങ് ടേം ഡെപ്റ്റും കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കിട്ടുക. ഇനി നെറ്റ് അസറ്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ടോട്ടൽ അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് അസറ്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത റേഷ്യോ ആണ് ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഡെപ്റ്റ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇക്വേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഡെപ്റ്റ്. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു സോൾവൻസി റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. It express the relationship between profit available for payment of interest. അതായത് നമ്മൾ കടം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ആ കടം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാസം മാസം ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടോ, അപ്പോൾ ആ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ. എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്തു, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെപ്റ്റ്. ഇവിടെ ഒരു ഡിവൈഡ് ഇടാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സോൾവൻസി റേഷ്യോ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇലസ്ട്രേഷൻ 7 നൽകിയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ള എന്താണ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളോട് എഴുതി, ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ബോറോയിങ്സും ലോങ് ടേം പ്രൊവിഷൻസും അതർ ലോങ് ടേം ബോറോയിങ്സും ഒക്കെ കൂടി ചേരുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, ടോട്ടൽ ഡെപ്റ്റ് ആയിട്ട് മാറുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം നോൺ കറന്റ് ലയബിലിറ്റീസ് ആയിട്ട് ലോങ് ടേം ബോറോയിങ്സിൽ 1,50,000 മാത്രമേ നൽകിയിട്ടുള്ളൂ. വേറെ പ്രൊവിഷൻസോ എമൗണ്ടോ ഒന്നുമില്ല. അപ്പോൾ ടോട്ടൽ ഡെപ്റ്റ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, 1,50,000 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇക്വിറ്റി എത്രയാണെന്നുള്ളതാണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്,
ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അതായത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടി ചേരുമ്പോഴാണ് അത് ഇക്വിറ്റി ആയിട്ട് മാറുന്നത്. ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത് 4 lakh rupees-ഉം ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ എമൗണ്ട് 1 lakh rupees-ഉം ആണ്. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇക്വേഷൻ പ്രകാരം ഡെപ്റ്റ് കിട്ടി, ഇക്വിറ്റി കിട്ടി അല്ലേ. ഇനി നമുക്ക് ലഭിച്ചിട്ടുള്ള എമൗണ്ടുകളെല്ലാം നമുക്ക് ഇക്വേഷനിലൂടെ അപ്ലൈ ചെയ്യാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഡെപ്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 ഡിവൈഡഡ് ബൈ ഇക്വിറ്റിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 5 lakh rupees ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 0.3 എന്നായിട്ട് വരും. 0.3:1 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ ആണ്. ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഡെപ്റ്റ്. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സും പിന്നെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ് ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടി ചേരുന്നതാണ് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഫിക്സഡ് അസറ്റ്സിന്റെ എമൗണ്ട് ആയിട്ട് 4 lakh rupees ഉണ്ട്. അതുപോലെ തന്നെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 lakh rupees. ദെൻ കറണ്ട് അസറ്റ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2 lakh rupees. അപ്പോൾ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 7 lakh rupees ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത് ലോങ് ടേം ഡെപ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ലോങ് ടേം ഡെപ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ വേറെ ഐറ്റംസ് ഒന്നും നൽകിയിട്ടില്ല. അതായത് ലോങ് ടേം ബോറോയിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1,50,000 ആണെന്നുള്ളത് നമുക്ക് എഴുതി. ഓക്കെ, ഇനി നമുക്ക് എമൗണ്ടുകളെല്ലാം കിട്ടി. ഇനി ഈ നമ്മുടെ ഇക്വേഷനിലോട്ട് എമൗണ്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഡെപ്റ്റ്. ടോട്ടൽ അസറ്റിന്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, അതായത് 7 lakh ആണെന്ന് കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ ലോങ് ടേം ഡെപ്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ആ റേഷ്യോ എന്ന് പറയുന്നത് 4.667:1 എന്നുള്ളതായിരിക്കും ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അങ്ങനെ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടി ചേരുമ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് ഞാനിവിടെ എഴുതുന്നില്ല കേട്ടോ. നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ തന്നെയാണ് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ മനസ്സിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4 lakh rupees ആണ്. ദെൻ എന്താണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 1 lakh rupees ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 5 lakh rupees ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ അസറ്റ് എത്രയാണെന്നുള്ളതാണ്. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നോൺ കറണ്ട് അസറ്റ്സുകളും കറണ്ട് അസറ്റ്സും തമ്മിൽ ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ടോട്ടൽ അസറ്റ് ആയിട്ട് മാറുന്നത്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നോൺ കറണ്ട് അസറ്റ്സ് ആയിട്ട് ഫിക്സഡ് അസറ്റ്സ് നൽകിയിട്ടുണ്ട്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം കേട്ടോ. ഫിക്സഡ് അസറ്റ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4 lakh rupees ആണ് കൊടുത്തിട്ടുണ്ട്. ദെൻ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സിൻ്റെ എമൗണ്ട് 2 lakh rupees ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 7 lakh rupees ആയിട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 5 lakh ആയിട്ടും കിട്ടി. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? 7 lakh ആയിട്ടും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാമല്ലോ. പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് 5 lakh ഡിവൈഡഡ് ബൈ എന്താ പറയുക ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 7 lakh ആണ്. ആൻസർ എന്ന് പറയുന്നത് 0.71 എന്നുള്ളത് കിട്ടും. അതായത് 0.71:1 എന്നുള്ളതായിരിക്കും പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ്ലി കണ്ടുപിടിക്കാനുള്ളത് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ എന്നുള്ളതാണ്. ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ലോങ് ടേം ഡെപ്റ്റ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത് ലോങ് ടേം ബോറോയിങ്സ് ആണ്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 rupees ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ ഇക്വേഷനിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ലോങ് ടേം ബോറോയിങ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടി ചേരുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4 lakh rupees ആണ്. പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ദെൻ പ്ലസ് ലോങ് ടേം ബോറോയിങ്സ് ആണ്. ലോങ് ടേം ബോറോയിങ്സിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യന് നൽകിയിട്ടുള്ളത് 1,50,000 rupees ആണ്. സോ നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് റേറ്റ് എന്ന് പറയുന്നത് 6,50,000 rupees ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എമൗണ്ടുകളെല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം.
ഇക്വേഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ലോങ് ടേം ഡെപ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 റുപ്പീസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 6,50,000. ആൻസർ എന്ന് പറയുന്നത് 0.23:1 എന്നുള്ളതായിരിക്കും നമ്മുടെ ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവൻസി റേഷ്യോസ് കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻസ് നമ്മൾ പഠിക്കുക തന്നെ വേണം, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.